നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ജോലി തേടുന്ന യുവതികൾക്കും വീട്ടമ്മമാർക്കും റോഡിലിറങ്ങാനുള്ള ധൈര്യം പകർന്നു നൽകുന്ന വനിതകൾ. ഒരേ കുടുംബത്തിലെ 6 പേർ. ഈ വനിതാ ദിനത്തിൽ പരിചയപ്പെടാം ചന്ദ്രികയെയും കുടുംബത്തെയും. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ വേളയിൽ സ്ത്രീ ശക്തിയുടെ പ്രചോദന കഥയായി ശ്രദ്ധ നേടുകയാണ് ഒരു കുടുംബത്തിലെ 6 വനിതകൾ. വനിതാ ഡ്രൈവിംഗ് സ്കൂളിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകി സമൂഹത്തിൽ ആത്മവിശ്വാസത്തിന്റെ വഴികാട്ടികളായി മാറിയിരിക്കുകയാണ് ഇവർ. തൃശൂർ അമല തോളൂരിലെ ഓടാട്ടിൽ ശേഖരൻ മീനാക്ഷി ദമ്പതികളുടെ മകൾ ചന്ദ്രികയാണ് ഈ വിജയകഥയുടെ ശില്പി. അനുജത്തിമാരും മക്കളും മരുമകളും ചേർന്നാണ് ഇന്ന് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തൃശൂർ പാറപ്പുറത്ത് പ്രേമനാഥനെ വിവാഹം കഴിച്ചതിനു ശേഷം 1990-ൽ തൃശൂരിലെ കേരള ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന ചന്ദ്രിക 2 വീലർ, ഓട്ടോറിക്ഷ, കാർ എന്നിവയുടെ ലൈസൻസ് നേടി. തുടർന്ന് അവിടെ തന്നെ 6 വർഷത്തിലധികം പരിശീലകയായി പ്രവർത്തിച്ചു. സ്ത്രീകൾ വാഹനം ഓടിക്കാൻ പോലും മടിച്ചിരുന്ന കാലത്ത് ധൈര്യത്തോടെ റോഡിലിറങ്ങി മുന്നേറണം എന്ന വിശ്വാസത്തിലാണ് 1997-ൽ കുന്നംകുളം കാണിപ്പയ്യൂരിൽ വനിതാ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത്. പിന്നീട് ചാലിശ്ശേരിയിലും പരിശീലന കേന്ദ്രം ആരംഭിച്ചു. കഴിഞ്ഞ 15 വർഷമായി മുലയമ്പറമ്പത്തുകാവ് മൈതാനത്ത് ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നു. 29 വർഷത്തിന്റെ നിറവിൽ വനിതാ പരിശീലന കേന്ദ്രം നിരവധി സ്ത്രീകൾക്ക് ആത്മവിശ്വാസത്തിന്റെ പാത തുറന്നു നൽകുകയാണ്. തോളൂരിലെ അനുജത്തിമാരായ ലത അനിൽകുമാർ, സുനിത സജീവ്, അനുജത്തിയുടെ മകൾ ശ്രുതി സനൽ, ചന്ദ്രികയുടെ മകൾ പ്രസീത സുനിൽകുമാർ, മരുമകൾ സുമി പ്രവീൺ എന്നിവരും മകൻ പ്രവീണും ചന്ദ്രികയുടെ പാത പിന്തുടർന്ന് പരിശീലകരായി സജീവമായി രംഗത്തുണ്ട്. ജോലി തേടുന്ന യുവതികൾക്കും വീട്ടമ്മമാർക്കും റോഡിലിറങ്ങാനുള്ള ധൈര്യം പകർന്നു നൽകുകയാണ് ഇവർ. ക്ലച്ചും ബ്രേക്കും പഠിപ്പിക്കുന്ന പരിശീലനം മാത്രമല്ല, ഭയവും ആശങ്കയും വിട്ടൊഴിയാനുള്ള ആത്മവിശ്വാസ പരിശീലനവുമാണ് ഇവിടെ നൽകുന്നത്. സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ കൈവിറയ്ക്കുന്ന വീട്ടമ്മമാരെ ആത്മവിശ്വാസത്തോടെ വാഹനം ഓടിച്ചു മടങ്ങുന്ന നിലയിലേക്ക് എത്തിക്കുന്നതുവരെ പരിശീലകർ കൂടെയുണ്ടാകുന്നതാണ് ഇവരുടെ സവിശേഷത. കേച്ചേരി, മുല്ലശ്ശേരി, കുന്നംകുളം, ചാലിശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശ്രീഭദ്ര, ഹരിശ്രീ, വനിത എന്നീ പേരുകളിലാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. പരിശീലനത്തിനൊപ്പം പഠനത്തിലും ചന്ദ്രിക ശ്രദ്ധേയയാണ്. 63-ാം വയസ്സിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ A ഗ്രേഡ് നേടി അവർ പഠനത്തിലും മികവ് തെളിയിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്റ്റിയറിംഗ് പിടിച്ച് ധൈര്യത്തിന്റെ ദിശ കാണിക്കുന്ന ഈ 6 വനിതകൾ പുതിയ തലമുറയ്ക്ക് പ്രചോദനത്തിന്റെ വിളക്കുകളായി മാറുകയാണ്. കേന്ദ്ര സർക്കാർ ബജറ്റിൽ കടലാമ പരിപാലനത്തിന് തുക വകയിരുത്തിയതിനെ പുച്ഛിച്ചവർ നാളെ അതിന്റെ ഗുണം അനുഭവിക്കുമ്പോൾ അഭിനന്ദിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. എടക്കഴിയൂരിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം ജില്ലയിലെ ആദ്യത്തെ മത്സ്യഗ്രാമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാരണം അവൻ്റെ വലയ്ക്കും അവൻ്റെ മത്സ്യബന്ധന രീതിക്കും ഇത് വളരെ വളരെ അനിവാര്യതയാണെന്നുള്ളത് കടൽ കർഷക സഹോദരങ്ങൾക്ക് നന്നായിട്ടറിയാം. അവരുടെ ഒന്നും ശാപം നിങ്ങൾ ജീവിതത്തിൽ വരുത്തി വയ്ക്കരുത്. ടേർട്ടിൽ ട്രെയിൽസ് എന്ന് പറഞ്ഞ് കേന്ദ്ര ബഡ്ജറ്റിൽ ഒരിടം കണ്ടപ്പോൾ അതിൽ കേരളവും കർണാടകത്തിൻ്റെ ചില പ്രദേശങ്ങളും ഒഡീഷയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശം ഇത്രയും പ്രദേശങ്ങളിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനൊരു റിസർച്ച് നടന്നത് ഗുജറാത്തിലാണെന്നും അതിന്റെ പരിണിതഫലമായി അമേരിക്കയിലേക്ക് ചെമ്മീൻ കയറ്റുമതി 10 ഇരട്ടി വർദ്ധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യഗ്രാമ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ഒട്ടേറെ ഗുണകരമായ പദ്ധതികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NK അക്ബർ MLA അധ്യക്ഷനായി. ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ആശ അഗസ്റ്റിൻ, മുൻ പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, PA ഷാഹുൽ ഹമീദ്, ഉഷ രവി, MK അറഫാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയിൽ 100 ഗ്രാമങ്ങളെയാണ് മത്സ്യഗ്രാമത്തിനായി തെരഞ്ഞെടുത്തത്. കേരളത്തിൽ 9 സ്ഥലങ്ങളിലാണ് മത്സ്യഗ്രാമം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെറ്റ് മെൻഡിംഗ് യാർഡ്, ടോയ്ലറ്റ് ബ്ലോക്ക്, മത്സ്യബന്ധന മെഷീൻ റിപ്പയർ കേന്ദ്രം, വനിതകൾക്കുള്ള സീഫുഡ് കഫ്തേരിയ ട്രക്ക് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. 6,91,00,000 രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി മുൻ MLA AV ഗോപിനാഥ് ചുമതലയേറ്റു. ചെയർമാനായിരുന്ന ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗമായിരുന്ന VG രവീന്ദ്രൻ എന്നിവർ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് CPM-ലെ AV ഗോപിനാഥ്, CPI-ലെ MU ഷിനിജ എന്നിവരെ സർക്കാർ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടികൾക്ക് താൽക്കാലികമായി തയ്യാറാക്കിയ വൈഷ്ണവം ഓഡിറ്റോറിയത്തിൽ ഇന്ന് രാവിലെ ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു.
റവന്യൂ ദേവസ്വം സെക്രട്ടറിയും ഗുരുവായൂർ ദേവസ്വം കമ്മീഷണറുമായ MG രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സർക്കാർ വിജ്ഞാപനം വായിച്ചു. NK അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ, വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, മുൻ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നഗരസഭാ പരിധിയിലെ തീരദേശ മേഖലയുടെ സുരക്ഷയും സംരക്ഷണവും ലക്ഷ്യമിട്ട് ചാവക്കാട് നഗരസഭ ആവിഷ്കരിച്ച വിപുലമായ പദ്ധതിക്ക് തുടക്കമായി. ചാവക്കാട് നഗരസഭയുടെ തെക്കേ അതിർത്തിയായ കടപ്പുറം പഞ്ചായത്ത് മുതൽ വടക്കേ അതിർത്തിയായ പുന്നയൂർ പഞ്ചായത്ത് വരെയുള്ള 23, 24, 27, 28, 30, 32, 33, 1 എന്നീ വാർഡുകൾ ഉൾപ്പെടുന്ന തീരപ്രദേശത്തെ സംരക്ഷിക്കുന്നതിനായുള്ള നടപടികളാണ് നഗരസഭ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ ചേംബറിൽ പ്രത്യേക ആസൂത്രണ യോഗം ചേർന്നു. യോഗത്തിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, സെക്രട്ടറി, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തീരദേശ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനൊപ്പം 23, 24 വാർഡുകളിൽ ഉൾപ്പെടുന്ന മിനി വാഗമൺ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ജൈവ വൈവിധ്യവും ഗ്രീൻ ബെൽറ്റും നിലനിർത്തുന്നതിനും നഗരസഭ മുൻഗണന നൽകുന്നുണ്ട്. പ്രദേശം പൂർണ്ണമായും സുരക്ഷിതവും മാലിന്യമുക്തവും വിനോദസഞ്ചാര സൗഹൃദവുമാക്കി മാറ്റാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ തീരദേശ മേഖലയിൽ റവന്യൂ, പോലീസ്, കോസ്റ്റൽ പോലീസ്, ഫോറസ്റ്റ്, ഫിഷറീസ് വകുപ്പുകളുടെ സഹകരണത്തോടെ സമഗ്രമായ ലാൻഡ് സർവേ നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു. മിനി വാഗമൺ പ്രദേശത്ത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളതും സംരക്ഷിക്കേണ്ടതുമായ മരങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരശേഖരണവും ഈ സർവേയുടെ ഭാഗമായി നടക്കും. നഗരസഭയുടെ ഈ ഉദ്യമത്തിന് യോഗത്തിൽ പങ്കെടുത്ത വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും തീരദേശത്തെ മനോഹരമാക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായി സഹകരിക്കുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തു. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കവാടത്തിന്റെയും ചുറ്റുമതിലിന്റെയും ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 30 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തിയത്. MLA ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി സ്കൂളിലേക്ക് വാങ്ങിയ ലാപ്ടോപ്പുകളുടെ വിതരണവും ചടങ്ങിൽ നടന്നു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് അധ്യക്ഷനായി. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സുരേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനില ജോസഫ്, ബ്ലോക്ക് മെമ്പർ KR സിമി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PA ഉണ്ണികൃഷ്ണൻ, സുഗിജ സുമേഷ്, UV ഗിരീഷ്, വാർഡ് മെമ്പർ അബ്ദുൾ റഹീം, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, മുൻ ബ്ലോക്ക് മെമ്പർ KK മണി, പ്രിൻസിപ്പൽ V സ്മിത, PTA പ്രസിഡന്റ് CM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. വിവിധ സ്കൂൾ സമിതി ഭാരവാഹികളും ജനപ്രതിനിധികളും പങ്കെടുത്തു. സുന്നി യുവജന ഫെഡറേഷന്റെ പതാക ദിനമായ റമദാൻ 17-ന് ബദർ അനുസ്മരണവും പതാക ദിനാചരണവും നടത്തി. SYF ചാവക്കാട് മേഖലയുടെ നേതൃത്വത്തിൽ തൊഴിയൂരിൽ നടന്ന പരിപാടി ഉസ്മാൻ വഹബി പെരുമ്പിലാവ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KV സയ്യിദ് മുഹമ്മദ് ഹാജി തൊഴിയൂർ അധ്യക്ഷത വഹിച്ചു. ജലീൽ വഹബി അണ്ടത്തോട് ബദർ അനുസ്മരണം നടത്തി. അബ്ദുൽ നാസർ മുസ്ലിയാർ കോളിമുട്ടം, കബീർ മൗലവി വീരമംഗലം, മുസ്തഫ മൗലവി വടക്കേക്കാട് തുടങ്ങിയവർ മൗലീദിന് നേതൃത്വം നൽകി. മുഹമ്മദ് അലി ഹാജി പാവുക്കര, അഷ്റഫ് വടക്കത്ത്, മുസ്തഫ പൊന്നേത്ത്, AP മുഹമ്മദ് ഹാജി, ഷെരീഫ് പനങ്ങായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കത്തോലിക്ക കോൺഗ്രസിന്റെ 108-ാം ജന്മദിനത്തിന്റെ ഭാഗമായി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിൽ സമുദായ ശാക്തീകരണ സംഗമവും പതാക ദിനവും നടത്തി. ഇടവക വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് യൂണിറ്റ് പ്രസിഡന്റ് NO ഡേവീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫൊറോന സെക്രട്ടറി AJ ജെയ്സൺ വിഷയാവതരണം നടത്തി. കൈക്കാരൻ AP ജോസ്, TA തോമസ്, AF ബാബു, AJ സജി, MA കുര്യൻ, CD തോമസ്, AK കൊച്ചൗസേപ്പ്, ഷീല തോമസ്, ഡെയ്സി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. വ്രതശുദ്ധിയുടെ റമദാൻ മാസത്തിൽ വിശ്വാസികളെ ചേർത്തു പിടിച്ചുകൊണ്ട് കടങ്ങോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പന്നിത്തടം സെന്ററിൽ വാഹനയാത്രക്കാർക്ക് നോമ്പുതുറ വിഭവങ്ങൾ നൽകിയാണ് മാതൃകയായത്. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് വഴിയാത്രക്കാർക്ക് ആദ്യ നോമ്പുതുറ കിറ്റ് നൽകി. പ്രതിപക്ഷ നേതാവ് PN വിജയകുമാർ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രഞ്ജു താരു, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സൈനി ടീച്ചർ, ദേശീയ കായികവേദി ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ ചിറമനേങ്ങാട്, ജവഹർ ബാലമഞ്ച് മണ്ഡലം പ്രസിഡന്റ് നാസിമ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി രജിത ഷാജി, മണ്ഡലം സെക്രട്ടറിമാരായ VM ഇബ്രാഹിം, റഹീം ആദൂർ, ബാലകൃഷ്ണൻ, മുസ്തഫ, MS അഷ്റഫ്, രാകേഷ്, KA അഷ്റഫ്, ദിനേശൻ, CV തോമസ്, PU പ്രകാശൻ, MP സിജോ, ഷൈജൻ,
സൈബുനിസ ഷറഫു, ജാക്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനാധിപത്യവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന ഞങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയൊരു വഴിയാത്രക്കാർക്കുള്ള നോമ്പ് വിഭവങ്ങൾ, അവർക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഞങ്ങളൊരു സന്ദേശം അറിയിക്കുകയാണ്. ഇത് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. ഈ ഒരു പ്രവർത്തനം നമ്മുടെ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മളൊന്ന് ഈ മണ്ഡലം കമ്മിറ്റി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ, വാഹനങ്ങളിൽ പോകുന്ന അവർക്ക് നോമ്പ് തുറക്കാനുള്ള അസൗകര്യങ്ങൾ പലർക്കുമുണ്ട്. അപ്പൊ അവർക്കൊരു കൈത്താങ്ങായിക്കൊണ്ട് അവർക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളുമായി കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം. പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സ്നേഹ തണ്ണീർക്കുടത്തിന്റെ ഉദ്ഘാടനം അക്കിക്കാവ് PSM ഡെന്റൽ കോളേജിൽ യൂണിയൻ അഡ്വൈസർ ഡോക്ടർ R. രാഹുൽ നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ച യോഗത്തിന് യൂണിയൻ ചെയർമാൻ ഡോക്ടർ ഹരിശങ്കർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കോർഡിനേറ്റർ N. ഷാജി തോമസ് പദ്ധതി വിശദീകരണം നടത്തി. പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ ബ്രൗഷർ തൃശൂർ ജില്ലാ ചാരിറ്റി കൺവീനർ സജീർ താജ് കൈമാറി. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം PC തോംസൺ, PSM ഡെന്റൽ കോളേജ് പ്രതിനിധി ഐഷ, ഡോക്ടർ വൃന്ദ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പാവറട്ടി വിളക്കാട്ടുപാടം വൈലി മഹോത്സവം ഭക്തിസാന്ദ്രം. രാവിലെ ചോമായമംഗലത്ത് രഞ്ജിത്ത് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. പൊങ്കാല സമർപ്പണവും ഉണ്ടായി. വൈകിട്ട് ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ്, നാദസ്വരം തുടങ്ങിയ വാദ്യമേളങ്ങളോടുകൂടിയുള്ള വരവ് പൂരങ്ങളുമുണ്ടായി. കമ്മിറ്റി ഭാരവാഹികളായ TK സുരേഷ്, AS സജീവൻ, TK സുനിൽകുമാർ, AH സതീശൻ, MK ബാലൻ, തങ്കമണി, ഉണ്ണികൃഷ്ണൻ, സുമ സുധാകരൻ എന്നിവർ നേതൃത്വം നൽകി. ഇസ്ലാമിക രാജ്യങ്ങൾ സമാധാനത്തിനായി ഒന്നിക്കണമെന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള ഖലീഫ ഹദ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് ആഹ്വാനം ചെയ്തു. മുസ്ലിം രാഷ്ട്രങ്ങളോട് അവരുടെ അഭിവൃദ്ധിക്കായി വൻശക്തികളെക്കാൾ ഉപരിയായി ദൈവത്തിൽ വിശ്വസിക്കാനും പരസ്പര ഐക്യത്തിന് മുൻഗണന നൽകാനും മിഡിൽ ഈസ്റ്റിലെ നിലവിലുള്ള സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കാണുന്നതിന് പ്രവർത്തിക്കാനും ഖലീഫ ഉദ്ബോധിച്ചു. മുസ്ലിം ലോകം സുരക്ഷയ്ക്കായി പാശ്ചാത്യ ശക്തികളെ ആശ്രയിക്കുന്നത് ഉപേക്ഷിക്കണമെന്നും തങ്ങളെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സമാധാനപരമായി ഒന്നിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. UK-യിലെ ടിൽഫോർഡിലുള്ള മസ്ജിദ് മുബാറക്കിൽ പ്രതിവാര പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കൻ സൈനിക താവളങ്ങളുടെ സാന്നിധ്യം കാരണം അറബ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണ സാധ്യതകൾ വർദ്ധിച്ചു. അത്തരം അക്രമങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ലോക സമാധാനത്തിനായി പ്രാർത്ഥിച്ചും എല്ലാവിധ അനീതികൾക്കും ക്രൂരതകൾക്കും അറുതി വരുത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ടുമാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.